ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പക്ഷേ ആ പരിപാടിയിൽ ഉണ്ടായ വീഴ്ചയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമാ തോമസ് MLA വീഴുന്ന ആ നടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത്, അതായത് കണ്ണില്ലാത്ത ക്രൂരത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മികച്ച രീതിയിലുള്ള സംഘാടന പ്രവർത്തനം കാഴ്ചവെക്കാത്തത്? പല പ്രമുഖരും വരുന്നു, ആ പ്രമുഖർ പങ്കെടുക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം അതൊന്നും ചെയ്യാത്തതിന്റെ ഫലമാണ് ഉമാ തോമസ് MLAക്ക് വീഴാനുള്ള സാഹചര്യം. ഗുരുതരമായ പരിക്കാണ് MLAക്കുള്ളത്. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. റിയ ബേബി ചേരുന്നുണ്ട്. റിയ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നു, ഈ പരിപാടിക്ക് ഇടയിൽ ഉമാ തോമസ് MLA വീഴുന്നു. വീണ ശേഷവും ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നുള്ളതും, അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും 12,000 കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. പലതരത്തിലുള്ള കമന്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ല, ഇത്തരത്തിൽ ധാരാളം എല്ലാ ഭാഗത്തു നിന്നും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതുകൂടി പറയൂ. അതായത് ഈ പരിപാടി നടന്നപ്പോൾ ഈ സംഭവത്തിന് ശേഷവും പരിപാടി തുടർന്നു. ആരും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഈ സംഭവത്തെക്കുറിച്ച് വേദിയിൽ നടത്തിയില്ല. കാരണം ആ പരിപാടിയുടെ അവസാനം വരെ, അതായത് ആ സ്റ്റേജിൽ നിന്ന് അവർ പോകുന്നതിന് ശേഷവും നമ്മളവിടെ തുടർന്നിരുന്നു. അത് നേരിട്ട് കണ്ടതാണ്. ആകെ ഈ അപകടത്തെക്കുറിച്ച് ആ വേദിയിൽ പറഞ്ഞത് 2-3 വാക്കുകളാണ്. അതതിൻ്റെ അവതാരികയാണ് അതിനെക്കുറിച്ച് പ്രതികരണം നടത്തിയത്. അത് ആ ഗിന്നസ് റെക്കോർഡൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷമോ മുമ്പോ ആ സമയത്താണ് നടത്തിയത്. അത് പറയുന്നത് MLA അദ്ദേഹം സുഖമായിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് MLA അദ്ദേഹം സുഖമായിരിക്കുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഉമാ തോമസ് MLA ആണ് വീണതെന്ന് പോലും അവർക്കറിയില്ല. ആരോ വന്ന് പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹം വേറെ ഏതൊരു MLA ആണെന്ന് അവർ വിചാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സുഖമായിരിക്കുന്നു എന്ന വളരെ ലാഘവത്തോടെയുള്ള പ്രതികരണമാണ് ഇതിനെക്കുറിച്ച് നടത്തിയത്. ഏറ്റവും അവസാനമാണ്. പക്ഷെ അത് സംഘാടകരല്ല. സംഘാടകർ ഈ അവസാനം ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പ്രകടനം നടത്തുന്നുണ്ട്, പേരെടുത്തു പറഞ്ഞ് നടത്തുന്നുണ്ട്. നികോഷ് കുമാറും ഷമീറും, ഈ 2 പേരും ഈ അപകടത്തെക്കുറിച്ചോ ഇത് സംഭവിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചോ MLAയുടെ ആരോഗ്യ വിവരത്തെക്കുറിച്ചോ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എന്തുകൊണ്ട് അവർ ഈ പരിപാടി വിട്ട് ആശുപത്രിയിലേക്ക് പോയില്ല എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. നമ്മളത് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ ഗിന്നസ് റെക്കോർഡ് ഏറ്റുവാങ്ങാൻ നിന്നു എന്ന മറുപടിയാണ് അവർ നൽകിയത്. അത് ബാലിശമാണ്. കാരണം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്കുണ്ട്. MLA വീഴാനിടയായ സാഹചര്യത്തിൽ അതിനുശേഷം അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തേണ്ടത് അവരാണ്. കാരണം ഇതൊരു സ്വകാര്യ പരിപാടിയാണ്. ആ സ്വകാര്യ പരിപാടിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും ആ പരിപാടി സംഘടിപ്പിക്കുന്നവർക്കാണ്. അവർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. മന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് പോലീസ് അടക്കം ഇതിന്റെ സുരക്ഷാ വീഴ്ച കൃത്യമായി മുൻകൂട്ടി അറിഞ്ഞില്ലെന്ന ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷെ അതിനുമപ്പുറം ഈ സംഘാടകർക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഒരു സ്വകാര്യ പരിപാടി എന്ന നിലയിൽ അവർ അത് ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. പക്ഷേ അപകടം നടന്നപ്പോഴും അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഒരു വരി പോലും പറഞ്ഞില്ല. വളരെ ആഹ്ലാദത്തോടെ ആ പരിപാടി അവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ദിവ്യ ഉണ്ണിക്ക് ഒരു പക്ഷേ ഈ അപകടത്തെക്കുറിച്ച് അറിവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ സ്റ്റേജിന്റെ മുൻവശത്തായിട്ടാണ് ഈ ഭരതനാട്യം പരിപാടി നടത്തിയത്. അതുകൊണ്ട് ദിവ്യ ഉണ്ണി ഈ അപകടം നടന്നത് അറിയാൻ സാഹചര്യമില്ല. അവർ വലിയ രീതിയിലുള്ള അനാസ്ഥ തന്നെയാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്രയേറെ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാൻ സംഘാടകർ ശ്രമിക്കേണ്ടത് അവരുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം തന്നെയായിരുന്നു. എന്നാൽ അതൊന്നും ചെയ്യാതെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് പരിപാടിയായി തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കും. കാരണം ആ വേദി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, കൃത്യമായ ബാരിക്കേഡുകളോ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലോ ഒന്നുമല്ല ആ സംഘാടകർ അതെല്ലാം ഏകോപിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഉമാ തോമസ് MLA വീഴാനൊരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ്. കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോകാൻ സാധിക്കുന്ന ഒരു വേദിയാണ് അത്. സംഘാടകരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കുറച്ച് ആളുകൾ കൂടി നിന്നാൽ വലിയ അപകടം ഉണ്ടാകുന്ന തരത്തിൽ തന്നെയാണ് ആ വേദി എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമാണ്. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ സാധിക്കുന്ന തരത്തിലാണ് ആ വേദിയുള്ളത്. കമ്മീഷണറുടെ അടക്കം മുന്നിൽ ഇത്തരം കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വേദിയിലേക്ക് മറ്റ് പ്രധാന ആളുകൾ എല്ലാവരും എത്തിയിരുന്നു. ആദ്യം എത്തിയ ആളുകൾക്ക് പോലും ഈ വേദിയുടെ അനാസ്ഥയെ പറ്റി ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. കാരണം ഇവരൊക്കെ കണ്ടില്ലേ ഈ ഒരു വേദിയുടെ അവസ്ഥ, അല്ലെങ്കിൽ മറ്റാളുകൾ പങ്കെടുക്കേണ്ടതുണ്ട്. ഒരു അപകട സാധ്യത മുൻകൂട്ടി ഇത്തരം കാര്യങ്ങളിൽ മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നില്ലേ? ആരും അത് പറഞ്ഞില്ലേ? ഇത്തരത്തിൽ ധാരാളം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമായി നിൽക്കുന്നുണ്ട്. ഉമാ തോമസ് MLA പിന്നീടാണ് ആ വേദിയിലേക്ക് വരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, കസാരകൾ നിരത്തിയിട്ടിരിക്കുന്നു. ഒരാൾക്ക് കഷ്ടിച്ച് പോലും നടന്നു പോകാൻ സാധിക്കാത്ത
രണ്ടുപേര് കൂടി നിന്നാൽ ഒരാൾ പോയ ശേഷം മാത്രമാണ് മറ്റേ ആൾക്ക് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള വേദിയാണ്. ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയത്?